അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ മഹത്തായ ഒരു വിശ്വാസവും അതിൻ്റെ ഫലങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതായത് അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുന്നവരുടെ മനസ്സിലും ജീവിതത്തിലും ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച്. മനുഷ്യൻ എത്ര മോശം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും അവൻ്റെ ഹൃദയം അള്ളാഹുവിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവൻ്റെ മനസ്സ് തളരില്ല. ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ഓർമ്മയിലല്ലേ മനസ്സിന് സമാധാനമുണ്ടാകുന്നത്. ഈയൊരു ലോകത്ത് ഏറ്റവും വലിയ മനസ്സമാധാനം എവിടെയാണെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? തീർച്ചയായും നമുക്ക് മുമ്പേ കഴിഞ്ഞുപോയ ഒട്ടനവധി പ്രവാചകന്മാർ, സ്വഹാബിമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ മനസ്സുകൾക്ക് ആശ്വാസം കിട്ടിയിരുന്നത് അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ്. എന്നാലും നാം ഓർക്കേണ്ടത്, ദിക്ർ എന്ന് പറയുമ്പോൾ അത് വാക്കുകളിൽ ഒതുങ്ങിയ ഒരു ഓർമ്മയല്ല, ഹൃദയത്തിൽ ഉറച്ച ഓർമ്മ ആണത്. അതാണ് യഥാർത്ഥ വിശ്വാസവും. തികച്ചും നിങ്ങളുടെ ഒരു സാധാരണ ദിവസത്തിൽ പോലും അല്ലാഹു അക്ബർ എന്ന് പലപ്പോഴും മനസ്സിൽ പറയുക. തീർച്ചയായും അതിലൂടെ ലഭിക്കുന്ന ഹൃദയശാന്തി നിങ്ങളുടെ മുഖത്തു തന്നെ പ്രതിഫലിക്കും. മനസ്സിലുള്ള സമാധാനം അന്യരോടുള്ള പകയും അവസാനിപ്പിക്കുന്നു. തീർച്ചയായും അള്ളാഹുവിനെ ഓർക്കുന്നത് മനസ്സിൻ്റെ ആശങ്കകളും ഭയവും കുറയ്ക്കുന്നു. നമ്മൾ ഭയപ്പെടുന്നത് എന്തിനാണ്? ഒന്നുകിൽ ഭാവിയോട്, അല്ലെങ്കിൽ പിഴവുകൾക്ക്, അല്ലെങ്കിൽ നഷ്ടങ്ങൾക്ക്. ഒരാൾക്ക് തൻ്റെ കാര്യം അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന വിശ്വാസമുള്ളപ്പോൾ അത് അവനെ എത്രമാത്രം ധൈര്യവാന്മാരാക്കി മാറ്റുന്നു എന്ന് നാം ചിന്തിക്കുക. തീർച്ചയായും അള്ളാഹു പറയുന്നുണ്ട്, അവൻ എന്നെ വിശ്വസിച്ചിരിക്കുകയാണെങ്കിൽ അവനെ താങ്ങാൻ ഞാൻ മാത്രം മതിയാകും. ഇത്തരത്തിൽ നാം അള്ളാഹുവിനെ ഓർക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും നമ്മളിൽ പ്രകടമായ മാറ്റം കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ജോലി അല്ലെങ്കിൽ കരിയർ എന്തൊക്കെ തന്നെ നഷ്ടമായാലും നമ്മുടെ ഹൃദയം അവിടെ തകരില്ല. ആരെങ്കിലും നമ്മെ വിട്ടുപോയാലും നാം തളരില്ല. ഓരോ ദിവസവും ആത്മശക്തിയോടെ, കാഴ്ചയോടെ ജീവിക്കാൻ വേണ്ടി നമുക്ക് കഴിയും. മാത്രമല്ല, സുഖ ദുഃഖങ്ങളിൽ സ്ഥിരതയുള്ള ജീവിതം കൂടി നമുക്ക് ലഭിക്കുന്നു. തീർച്ചയായും ജീവിതത്തിന് മാറ്റമില്ലെങ്കിൽ പിന്നെന്തർത്ഥമാണുള്ളത്? അത് ഒരിക്കൽ ഉയർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ താഴും, വീണ്ടും ഉയരും. എപ്പോഴും അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്ന ഓർമ്മ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ വിശ്വാസി ഒരിക്കലും തളരില്ല. ഉദാഹരണത്തിന് ബിലാൽ റളിയല്ലാഹു കൊടിയ പീഡനത്തിലും ഹൃദയത്തിൽ അഹദ് അഹദ് എന്നാണ് മൊഴിഞ്ഞുകൊണ്ടിരുന്നത്. ഹൃദയം വിഷാദമായി പോകുന്ന ഘട്ടത്തിൽ പോലും ദിക്ർ 1000 വിളക്കുകൾ പോലെ ആത്മാവിനെ വെളിച്ചമേകുന്നു. എപ്പോഴും ദിക്ർ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ദിനചര്യകളിലും മാറ്റങ്ങൾ കാണാം. അവരുടേത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിതമായിരിക്കും. അവർ പ്രാർത്ഥനയിൽ കൃത്യത കാണിക്കുന്നവരായിരിക്കും. അവർ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നവരായിരിക്കും. അവരിൽ സഹനശീലമുണ്ടാകും. മാത്രമല്ല, ഹൃദയവിശുദ്ധി കൂടി അവർക്കുണ്ടാകും. കൃത്യമായി സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നത് 33 തവണ എന്ന പോലെ രാവിലെ മുതൽ രാത്രി വരെ നിങ്ങൾ ഹൃദയത്തിൽ ഉറച്ച് ദിക്ർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മരണത്തെക്കുറിച്ചുള്ള ചിന്ത അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു ഭീതിയായിരിക്കില്ല, മറിച്ച് അത് അള്ളാഹുവിലേക്കുള്ള തിരിച്ചുപോകലിനുള്ള ഒരു ഓർമ്മയായിരിക്കും. എത്രയോ മനുഷ്യർ മരണഘട്ടത്തിൽ പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവരുടെ ജീവിതം തന്നെ അതുകൊണ്ടായിരുന്നു. എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്നവനാണ് ജീവിതത്തിൽ ഏറ്റവും ശാന്തനായ വ്യക്തി. തീർച്ചയായും അള്ളാഹു പറയുന്നുണ്ട്, നീ എന്നെ ഓർക്കുക, എന്നാൽ ഞാൻ നിന്നെ ഓർക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.